ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം ഹരിനാമ സങ്കീർത്തനം പാടി ലോകത്തിൽ ഹരിയുടെ കരുണ കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം പൊഴിച്ച കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം നാരായണ 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 ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം വന്ദേഹം ഗണനായകം.
നിഗമകൽപ്പതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥല കൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നിഷ്കാമം നിയതസ്വധർമ്മചരണം യൽകർമ്മയോഗാഭിദം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തൽത്വദ്വ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ ത്വൽപ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ ഹരേ. പാടുക പാടുക നാരായണ നാമം നേടുക നേടുക നിത്യാനന്ദം. പാടുക പാടുക
നാരായണ നാമം നേടുക നേടുക നിത്യാനന്ദം. കാലേയമാലിന്യം തീണ്ടാതിരിക്കുവാൻ കാലക്കെടേതും വരാതിരിക്കാൻ കാലം വരും നേരം രക്ഷ ലഭിക്കുവാൻ കാലം കളയാതെ ചൊൽക നാമം. കാലൻ വരും നേരം രക്ഷ ലഭിക്കുവാൻ കാലം കളയാതെ ചൊൽക നാമം. പാടുക പാടുക നാരായണ നാമം നേടുക നേടുക നിത്യാനന്ദം. പാടുക പാടുക നാരായണ നാമം നേടുക നേടുക നിത്യാനന്ദം. നാമങ്ങൾ പാടുന്ന ഭക്തന്റെ അന്ത്യത്തിൽ നാമിയാം ശ്രീകൃഷ്ണനെത്തിച്ചേരും. നാമങ്ങൾ പാടുന്ന ഭക്തന്റെ അന്ത്യത്തിൽ നാമിയാം ശ്രീകൃഷ്ണനെത്തിച്ചേരും. നാരായണ നാമം കീർത്തനം ചെയ്യുക പാരം ഹരിരതി നേടിയിടുക. നാരായണ നാമം കീർത്തനം ചെയ്യുക പാരം ഹരിരതി നേടിയിടുക. പാരം ഹരിരതി നേടിയിടുക. പാടുക പാടുക നാരായണ നാമം നേടുക നേടുക നിത്യാനന്ദം. പാടുക പാടുക നാരായണ നാമം നേടുക നേടുക നിത്യാനന്ദം. ലോകത്തിലൊക്കെയും ചുറ്റിത്തിരിഞ്ഞാലും ശോകം തീരാനൊരു മാർഗമില്ല. ലോകത്തിലൊക്കെയും ചുറ്റിത്തിരിഞ്ഞാലും ശോകം തീരാനൊരു മാർഗമില്ല. പുത്രമിത്രാദികൾ ബന്ധുക്കൾ എന്നിവർ എത്രയോ പേരുണ്ടെന്നാകിൽ കൂടി. പുത്രമിത്രാദികൾ ബന്ധുക്കൾ എന്നിവർ എത്രയോ പേരുണ്ടെന്നാകിൽ കൂടി. പാടുക പാടുക നാരായണ നാമം നേടുക നേടുക നിത്യാനന്ദം. പാടുക പാടുക നാരായണ നാമം നേടുക നേടുക നിത്യാനന്ദം. ഹരേ ധന്യാത്മാക്കളെ നമസ്കാരം. ശ്രീമദ് ഭാഗവത അമൃതം ഭാഗവത മാഹാത്മ്യം 2-ാം അധ്യായം പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അശരീരഗിരോക്തം യത്തൽ കിം സാധനമുച്യതാം അനുഷ്ഠേയം കഥം താവൽ പ്രബ്രുവന്തു സവിസ്തരം. ഭക്തിജ്ഞാനവിരാഗാണം സുഖമുൽപദ്യതേ കഥം സ്ഥാപനം സർവവർണ്ണേഷു പ്രേമപൂർവം പ്രയത്നതാ. കുമാരാ ഊചു മാ ചിന്താം ഗുരുദേവർഷേ ഹർഷം ചിത്തേ സമാവഹ. ഉപായ സുഖസാധ്യോത്ര
വർത്തതേ പൂർവ ഏവ ഹി. അഹോ നാരദ ധന്യോസി വിരക്താനം ശിരോമണി സദാ ശ്രീകൃഷ്ണദാസാനം അഗ്രണീ യോഗഭാസ്കരഃ. ത്വയി ചിത്രം ന മന്തവ്യം ഭക്ത്യർത്ഥമനുവർത്തിനി ഘടതേ കൃഷ്ണദാസസ്യ ഭക്തേ സംസ്ഥാപനാ സദാ ഋഷിഭിർബഹവോ ലോകേ പന്ഥാന പ്രകടീകൃത ശ്രമസാധ്യാശ്ച തേ സർവേ പ്രായ സ്വർഗഫലപ്രദാഃ. വൈകുണ്ഠസാധകപന്ഥാ സതു ഗോപ്യോ ഹി വർത്തതേ സത്യോ തസ്യോപദേഷ്ടാ പുരുഷ പ്രായോ ഭാഗ്യേന ലഭ്യതേ. സൽക്കർമ്മ തവ നിർദ്ദിഷ്ടം വ്യോമവാചാതു യൽപുരാ തദുച്യതേ ശൃണുഷ്വാദ്യ സ്ഥിരചിത്തപ്രസന്നധീഃ. ദ്രവ്യയജ്ഞാഃ തപോയജ്ഞാഃ യോഗയജ്ഞാ തഥാ പരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച തേതു കർമ്മവിസൂചകാഃ. സൽക്കർമ്മസൂചകോ നൂനം ജ്ഞാനയജ്ഞസ്മൃതോ ബുധൈഃ. ശ്രീമദ്ഭാഗവതാലാപ സദുഗീതശുഗാദിഭിഃ. ശ്രീമദ്ഭാഗവതാലാപ സദുഗീതശുഗാദിഭിഃ. ശ്രീമദ് ഭാഗവതം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഭാഗവതത്തിലെ ഓരോരോ മഹാത്മ്യവും നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാഗവത മഹാത്മ്യം ശ്രേഷ്ഠങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമാണ്. ഭാഗവത പാരായണ ആ ശബ്ദം ഭാഗവതീ കഥ വേദ ഉപനിഷത്തുകളുടെ സാരത്തിൽ നിന്ന് ജനിച്ചതാണ്. വേദങ്ങൾ 4, പിന്നീട് അത് വിസ്തരിക്കും. അങ്ങനെയുള്ള 4 വേദങ്ങളിൽ നിന്നും 10 വേദാന്തം എന്ന് പ്രസിദ്ധമായിരിക്കുന്ന ആ ദശോപനിഷത്തുകളിൽ നിന്നും ജനിച്ചതാണ്. അതുകൊണ്ട് അത്യുത്തമമായിട്ട് പ്രകാശിക്കുന്നു ശ്രീമദ് ഭാഗവതം. പിന്നെ ദുഃഖം ഇല്ലാതാക്കാൻ ഉള്ള വഴി കൂടിയാണിത് ശ്രീമദ് ഭാഗവതം. മാർഗം, നമുക്ക് മാർഗം പറഞ്ഞു തരികയാണ്. ദുഃഖത്തെ ഇല്ലാതാക്കാനുള്ള മാർഗം ഒന്നുകിൽ 2 വഴിയാണല്ലോ. നമ്മൾ വിശേഷപ്പെട്ടൊരു വസ്തു നമ്മളത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളമുണ്ട്, നിറയെ ഗ്ലാസ്സിൽ വെള്ളമുണ്ടെങ്കിൽ പറയുകയാണ്, നമുക്ക് ഭാഗവതം പറഞ്ഞു തരികയാണ്, ആ ഗ്ലാസ്സിൽ നിറയെ വെള്ളമാണ്. അത് ആ വെള്ളത്തിൻ്റെയും ഗ്ലാസിൻ്റെയും ഭാരം നമ്മളിങ്ങനെ വഹിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്ത് ചെയ്യാം? 2 വഴികളാണുള്ളത് അത് ഭാരം തീർക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ അത് കുടിച്ച് തീർക്കുക, അപ്പോൾ ഭാരം തീരും അല്ലേ? കുടിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഭാരം തീരും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? താഴെ വയ്ക്കുക, അപ്പോഴും ഭാരം തീരും. ചുമന്ന് നടന്നു കഴിഞ്ഞാൽ ഭാരം തീരില്ല. ഇതാണ് ദുഃഖത്തെ സംബന്ധിച്ചും പറയുന്നത്. ഒന്നിക്കൽ എന്ത് ചെയ്യുക? അത്
തീരെ മനസ്സിലിട്ട് അലയിക്കാതെ അത് തീരെ അങ്ങ് വളരെ ദൂരെ അങ്ങ് ഉപേക്ഷിക്കുക. അങ്ങനെ ഒന്നും ഉണ്ടെന്ന് നടിക്കാതിരിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പഠിച്ച് പരിഹരിച്ച് തീർക്കുക. ഇതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും മാർഗം. ഒന്നുകിൽ പ്രശ്നത്തെ ദൂരീകരിക്കുക, അതുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ, നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ പഠിച്ച് അതിന് പരിഹാരം ചെയ്യുക. അല്ലാതെ അത് വഹിച്ച് നടന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. ചുമന്ന് നടക്കുന്നതിനെയാണ് നമ്മൾ ദുഃഖഭാരം എന്ന് പറയുന്നത്. ഒന്നുകിൽ അത് അനുഭവിച്ച് തീർക്കുക, അല്ലെങ്കിൽ അത് ദൂരെ മാറ്റി നിർത്തുക. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഗ്ലാസ്സിലെ വെള്ളം കുടിച്ചു തീർക്കുക, അല്ലെങ്കിൽ താഴെ വയ്ക്കുക. അതിനുള്ള മാർഗം ഭക്തിയിലൂടെ മാത്രമേ ഈശ്വരനെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കുകയും ഈശ്വരൻ നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ദുഃഖമില്ലാതാകുന്നത്. നമ്മൾ ഈശ്വരത്വത്തിലേക്ക് ഉയരുന്ന സമയത്ത് മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന്. ഈ ഭാവമാണ് ഇവിടെ പറഞ്ഞു തന്നത്. മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഈശ്വരൻ വരുന്ന സമയത്ത് മനുഷ്യനും ആ ദൈവവും ഒന്നാകുന്നു. ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിലേക്ക് വരണം. നാരായണീയത്തിലൊക്കെ ആ ശ്ലോകത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞു. കൃപാതേ ജാതാജിൽ കിമിവനഹി ലഭ്യം തനുഭൃതം മദീയ ക്ലേശൗഘ പ്രശമനദശ നാമകിയതീ ന കേഗേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിത ഭവൽഭക്ത മുക്ത സുഖഗതിമസക്ത വിദധതേ. നമ്മൾ എല്ലാ ദിവസവും ഓരോ നാരായണീയ ശ്ലോകത്തോടു കൂടിയാണ് ആരംഭിക്കുന്നതെങ്കിലും ഇനി രണ്ടാമത്തെ ദശകത്തിലാണ് നമ്മൾ ഇപ്പോഴെത്തി നിൽക്കുന്നത്. നാരായണീയത്തിൽ ഭാഗവതം മഹാത്മ്യം രണ്ടാമത്തെ അധ്യായത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇനി അടുത്ത ദശകം, നാരായണീയത്തിലെ മൂന്നാമത്തെ ദശകം, ഭക്തി പ്രാർത്ഥന. ശ്രീ ഗുരുവായൂരപ്പനോട് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തൻ്റെ വിഷമങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇത് ഇറക്കി വെക്കാനുള്ളൊരു സ്ഥാനമായി ഗുരുവായൂരപ്പൻ്റെ സന്നിധിയെ കണ്ടുകൊണ്ട് അവിടെ അഭിമുഖമായി ഇരുന്നു കൊണ്ട് ആ വാതിൽ മാടത്ത് വെച്ച് ഭഗവാനോട് 2 ദിവസമായിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് 2 ദശകങ്ങളിലായിട്ട് വർണ്ണിച്ചത്. ഇനി മൂന്നാമത്തെ ദശകത്തിൽ ആ ഭക്തി പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്താണ് നമ്മളിപ്പോഴും ചൊല്ലിയ വിശേഷപ്പെട്ട ശ്ലോകം വരുന്നത്. കൃപാതേ ജാതാജേൽ, അവിടുത്തെ കൃപയുണ്ടായി എങ്കിൽ, ഭഗവാന്റെ കൃപയുണ്ടായി എങ്കിൽ നമ്മൾ ക്ലേശമൊന്നും ഒരു ക്ലേശമല്ല. അവിടുത്തെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ശരീരമെടുത്തവർക്ക് ഈ ശരീരം കൊണ്ടുള്ള ദുഃഖമൊന്നും തന്നെ വേണ്ടതുപോലെ അനുഭവപ്പെടുകയില്ല. ഇനി അനുഭവപ്പെട്ടാലും തൻ്റെ മനസ്സിനെ അത് ബാധിക്കുകയുമില്ല എന്നുള്ള അർത്ഥത്തിൽ ആ ശ്ലോകം നമുക്ക് പിന്നീട് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭക്തിയിലൂടെ മാത്രമേ ഈശ്വരനെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഭക്തിയില്ലാതെ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല. ഭക്ത്യാമം അഭിജാനാദി, ഭക്തിയിലൂടെ എന്നെ അറിയാൻ സാധിക്കും എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു തന്നു. ഇനിയിവിടെ മഹാത്മ്യത്തിൽ കുറേ മഹത്തായ സന്ദേശങ്ങൾ പറയുന്നത്. ഒന്ന്, ശ്രീമദ് ഭാഗവതം വേദബാഹ്യമോ വേദ അന്തർഗതമോ? ഒരു ചോദ്യം. വേദബാഹ്യം എന്ന് പറഞ്ഞാൽ വേദത്തിന് പുറത്തുള്ളതാണോ? 4 വേദങ്ങളാണല്ലോ, അതിന് പുറത്തുള്ളതാണോ? അല്ല, വേദ അന്തർഗതമാണോ? വേദത്തിനുള്ളിലുള്ളതാണോ? ഇത് രണ്ടുമാണ് ചോദ്യം. ഈ 2 ചോദ്യം. അതിനുള്ള ഉത്തരം വേദത്തിന് പുറത്തുള്ളതുമല്ല, എന്നാൽ വേദ അന്തർഗതവുമല്ല. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വേദത്തിനുള്ളിലുള്ളതുമല്ല, വേദത്തിന് പുറത്തുള്ളതുമല്ല. വേദങ്ങളുടെയും വേദങ്ങളിലെ ജ്ഞാനകാണ്ഡമെന്ന് പ്രസിദ്ധപ്പെട്ടിരിക്കുന്ന ബൃഹദാരണ്യം, ഛാന്തോക്യം, തൈത്തിരീയം തുടങ്ങിയിട്ടുള്ള 10 ഉപനിഷത്തുകളുടെയും സാരമാണ് ഈ ശ്രീമദ് ഭാഗവതം. വേദങ്ങളുടെയും വേദങ്ങളിലെ
ജ്ഞാനകാന്ഡം എന്ന് പ്രസിദ്ധമായിട്ടുള്ള, വേദാന്തം എന്ന് പ്രസിദ്ധമായിട്ടുള്ള ബൃഹദാരണ്യം, ഛാന്തോക്യം, തൈത്തിരീയം തുടങ്ങിയിട്ടുള്ള 10 ഉപനിഷത്തുകൾ. ഈ 10 ഉപനിഷത്തുകളുടെയും സാരമാണ് ശ്രീമദ് ഭാഗവതം. അതാണ് സർവവേദാന്തസാരം ഹി ശ്രീഭാഗവതമിഷ്യതേ തദ്രസാമൃതതൃപ്തസ്യ നാന്യത്ര സ്യാദ്രതിക്വചിൽ എന്ന് പറയാൻ കാരണം സർവവേദാന്തങ്ങളുടെയും സാരമാണ്, വേദാന്ത സാരമാണ് ഈ ശ്രീമദ് ഭാഗവതം. അത്രയും ശ്രേഷ്ഠം, അത്യുത്തമം. പിന്നീട് ഇതിനൊരു പ്രത്യേകതയുള്ളത്, ആമൂലഗ്രം രസസ്ഥിഷ്ടൻ ആസ്തേ ന സ്വാദ്യതേ യഥാ ന ഭൂയ സംവൃഥഗ്ഭൂത ഫലേ വിശ്വമനോഹര. ആമൂലഗ്രം രസത്തിഷ്ഠൻ. മൂലം എന്ന് പറഞ്ഞാൽ വേര് എന്നർത്ഥം. പിന്നെ ഫലം, പഴം, കായ്. രണ്ടിനും ഗുണവിശേഷം നിമിത്തം ഭേദമുണ്ട്. അതായത് നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മാവ്, ഇവിടെ അങ്ങനെ ഒരു ഉദാഹരണം പറയുന്നു മാത്രം, സോമലത, വള്ളി, അങ്ങനെ പല ഉദാഹരണങ്ങളും പറഞ്ഞ് നമ്മളൊരു വൃക്ഷം എടുക്കുന്നു, ഒരു മാവ്. ആ മാവിൻ്റെ വേര് മുതൽ അഗ്രം വരെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രസമുണ്ട്, ഓരോ മാവിനുണ്ട്. അങ്ങനെയാണ് ആ മാവുകളും, ഒരു മാവ്, ഒരു മാവിൻ വൃക്ഷം മറ്റൊരു മാവിൻ വൃക്ഷത്തിൽ നിന്ന് വേർതിരിച്ച് കാണുന്നു നമ്മൾ. അതിൽ ആ ആദ്യം മുതൽ, അത് വേര് മുതൽ അഗ്രം വരെ വ്യാപിച്ചിരിക്കുന്ന, അതിൽ ലയിച്ചിരിക്കുന്ന ആ രസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇത് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു മാവുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ മാങ്ങ കഴിച്ചിട്ടുള്ളവർക്ക് അത് അനുഭവമുണ്ട്. എന്തൊരു സ്വാദാണ് ആ മാങ്ങയ്ക്ക്, എന്ത് രസമാണെന്ന് പറയും. പക്ഷേ മാങ്ങയില്ലാത്തൊരു കാലഘട്ടത്തിൽ ആ മാവിൻ്റെ ഇല കണ്ടിട്ടോ, ഇല എടുത്ത് മണപ്പിച്ച് നോക്കിയിട്ടോ, അതിൻ്റെ അഗ്രഭാഗം പിടിച്ചു നോക്കിയിട്ടോ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും അതിനെ തടവി നോക്കിയിട്ടോ ഒന്നും തന്നെ ഈ രസത്തെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ രസമുണ്ട്. വേര് മുതൽ അതിൻ്റെ യഥാർത്ഥ രസം, ഏതൊരു ഇനത്തിൽപ്പെട്ട മാവാണോ അതിൻ്റെ രസം അതിനകത്ത് അന്തർലീനമായിട്ടുണ്ട്. പക്ഷെ ആ രസം സാരാംശമായിട്ട് പരിണമിച്ചാൽ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ, ആ ഉറഞ്ഞുകൂടിയിരിക്കുന്ന രസം, അതിപ്പോൾ ഏതാണ്ട് ഒരു മൂവാണ്ടൻ മാവ് ആണെന്ന് വിചാരിക്കുക. ആ വിശേഷപ്പെട്ട ഒട്ടിപ്പിച്ച മാവ്, അതിൻ്റെ ഫലം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് അതിൽ അടങ്ങിയിരിക്കുന്ന രസം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ആ രസം ഘനീഭവിച്ച് അത് പരിണമിച്ച് ഒരു ഫലമുണ്ടായിക്കഴിഞ്ഞാൽ, ആ ഫലം മൂത്തുപഴുത്ത് പാകമായി കഴിഞ്ഞാൽ, ഇതാ ഈ മാവിലുണ്ടായ മാങ്ങയാണ് കേട്ടോ, ഇതൊന്ന് നമുക്ക് മുറിച്ച് നോക്കാമെന്ന് പറഞ്ഞു മുറിച്ച് അതൊരു കഷ്ണം കഴിക്കുന്ന സമയത്താണ് ഈ മാവിൻ്റെ വേര് മുതൽ അഗ്രം വരെ സകലത്തിൽ നിറഞ്ഞിരിക്കുന്ന രസം ഇതിൻ്റേതാണ് അല്ലേ എന്ന് നമുക്ക് സാധാരണക്കാരന് അനുഭവപ്പെടാൻ സാധിക്കുക. അപ്പോൾ ഈ മാവിൽ ശാസ്ത്രജ്ഞന്മാർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഈ വേര് കൊണ്ടോ അതിൻ്റെ കമ്പ് കൊണ്ടോ തൊലി കൊണ്ടോ അതിലുള്ള രസം കുത്തിയെടുത്തിട്ടോ മനസ്സിലാക്കി ശാസ്ത്രജ്ഞന്മാർ മാത്രം ആസ്വദിക്കുന്ന ആ മാവിൻ്റെ ഗുണത്തെ നമുക്കൊരു ഫലത്തിലൂടെ ആസ്വാദ്യകരമായി തീരുന്നത് പോലെ ആ ഫലത്തിലെ രസം സകല ജനങ്ങളെയും ആനന്ദിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു 15-20 മാവ് ഇതുപോലെ പറമ്പിലുണ്ടായിട്ടൊരു കാര്യമില്ല, അതിൻ്റെ രസം ഒരാളെയും ആനന്ദിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് ആ മാവുകളിൽ ധാരാളം മാമ്പഴങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മാമ്പഴം മുറിച്ച് കഴിക്കുമ്പോൾ അതിലൂടെയുള്ള രസത്തിലൂടെ സകലരും ഒന്നുപോലെ ആനന്ദിക്കുന്നു. അതിനധികം വിവരം വേണമെന്നില്ല, അധികം വിദ്യാഭ്യാസം വേണമെന്നില്ല, അധികം ശാസ്ത്ര തത്വങ്ങൾ അറിയണമെന്നുമില്ല.
ആ മാവിലെ മാമ്പഴം കഴിക്കുമ്പോൾ നമ്മൾ രസം ആസ്വദിക്കുന്നത് പോലെ ഫലത്തിലിരിക്കുന്ന സകലരെയും അത് ആനന്ദിപ്പിക്കുന്നു. ഫലത്തിലിരിക്കുന്ന രസം മാവ് മുതലായ വൃക്ഷങ്ങളിലിരിക്കുമ്പോൾ അനുഭവപ്പെടുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ വേദത്തിൽ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവണ വേദം എന്നുള്ള ഈ 4 വേദങ്ങളിലും നേരത്തെ പറഞ്ഞിരിക്കുന്നതായ ദശോപനിഷത്തുകളിലും അടങ്ങിയിരിക്കുന്ന ആ തത്വത്തെ, അതിൽ അന്തർലീനമായിരിക്കുന്ന രസത്തെ സാധാരണക്കാരന് അനുഭവപ്പെടാൻ അത് നേരിട്ട് പറ്റില്ല. അപ്പോഴാണ് ഒരു പരിപക്വമായ ഫലം വേണമെന്നൊരു തോന്നൽ. അതാണ് സുഖമുഖാത് അമൃതദ്രവ സംയുതം. ഫലമായി പരിണമിച്ചാൽ മാത്രമേ രസം ആസ്വദിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഭാഗവതത്തെയും നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഹ. ഈ ഭാഗവതത്തിൻ്റെ രസത്തെയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ ആസ്വദിക്കാൻ പാകപ്പെടുത്തി തന്നിരിക്കുന്നതാണ് ഈ വേദത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും, അല്ലെങ്കിൽ ഈ വേദവും വേദാന്തവും ഒക്കെ കൂടി വലിയ വടവൃക്ഷമായി സങ്കല്പിക്കുകയും ആ വടവൃക്ഷത്തിലുണ്ടായ മൂത്തുപഴുത്ത ഫലമായിട്ട്, പഴമായിട്ട്, ഏറ്റവും സ്വാദിഷ്ടമായ പഴമായിട്ട് ശ്രീമദ് ഭാഗവതത്തെ സങ്കല്പിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഇതാ ഈ മഹാത്മ്യത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നത് അത്രയും ശ്രേഷ്ഠമാണ് ശ്രീമദ് ഭാഗവതം. നിഗമകൽപ്പതരോർഗളിതം ഫലം, വേദമാകുന്ന കൽപ്പകവൃക്ഷത്തിലെ അനേകം പഴങ്ങളിൽ ഏറ്റവും സ്വാദിഷ്ടമായ മൂത്തുപഴുത്ത ഫലമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞു. ഇനി ഇതുപോലെ തന്നെ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം പല പല ശ്ലോകങ്ങളിലൂടെയായിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് അനുസ്മരിച്ച് ബോധ്യപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ചരണനദ ജനഭരണതവ കഥകളിന്നു ഞാൻ ചെറ്റു പിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസി സകലമതു കൃപയൊടു പൊറുത്തുമാം ത്വൽഭക്തനാകാൻ അനുഗ്രഹിക്കണമേ കൃഷ്ണ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. ഭാഗവത